നമ്മൾ ആലോഹങ്ങളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. നിങ്ങളുടെ സ്കൂളുകളിൽ അല്ലേ, നമ്മുടെ സ്കൂളിൽ ഒത്തിരി ദിനങ്ങൾ ആചരിക്കാറില്ലേ? ജൂൺ 5, ഒക്ടോബർ 2 ഇല്ലേ, ഇതെല്ലാം നമ്മൾ ആചരിക്കാറുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് സെപ്റ്റംബർ 16. നിങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ടൊന്ന് പറഞ്ഞേ, എന്താണ് ആ ദിനത്തിൻ്റെ പ്രത്യേകതയെന്ന്? ദിവ്യ ഒന്ന് എണീറ്റ് പറഞ്ഞു എല്ലാവർക്കും. ഇരുന്നോളൂ. എന്താണ്? ഓസോൺ ഡേ അല്ലേ? ഓസോൺ ദിനം. ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? അതൊരു ഓക്സിജന്റെ തന്മാത്രയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അന്തരീക്ഷ ഓക്സിജനെ പറ്റി പഠിച്ചായിരുന്നു അല്ലേ? അന്തരീക്ഷ ഓക്സിജന്റെ സവിശേഷതകളും അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഗോപികയും ഒന്ന് എണീറ്റ് ഓടിച്ചെന്ന് ഓക്സിജന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചേ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലേ? ഓക്സിജന്റെ സ്ട്രക്ചർ അല്ലേ? ഇനി നമുക്ക് എന്ത് പഠിക്കാം? ഓസോൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിക്കാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഓസോണിൻ്റെ സ്ട്രക്ചർ കാണിച്ചു. ഓക്സിജൻ, അന്തരീക്ഷ ഓക്സിജൻ എങ്ങനെയാണ്? നേർരേഖയിലാണ് ഇരിക്കുന്നത് അല്ലേ? ഓസോൺ നോക്കൂ, 3 ആറ്റമുകൾ കൂടി ചേർന്നിട്ടുള്ള 3 ഓക്സിജൻ ആറ്റമുകൾ കൂടി ചേർന്ന് ഉണ്ടായ ഓക്സിജന്റെ ഒരു തന്മാത്രയാണ് എന്ന് പറയുന്നത് ഓസോൺ എന്ന് പറയുന്നത്. ഈ ഓസോൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല അല്ലേ? നമ്മുടെ അന്തരീക്ഷത്തെ പല പല പാളികളായി തിരിച്ചിട്ടുണ്ട് അല്ലേ? നാം ഉൾപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ് അല്ലേ? രണ്ടാമത്തെ അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ് അല്ലേ? ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ആര് കാണുന്നത്? ഈ ഓസോൺ കാണുന്നത് കൂടുതലായി. അവിടെ ഓസോൺ മാത്രമേ ഉള്ളൂ? ഇല്ല, അന്തരീക്ഷ ഓക്സിജനും അവിടെ കാണാറുണ്ട് അല്ലേ? ഇനി എങ്ങനെയാണ് ഈ ഓസോൺ അവിടെ ഉണ്ടാകുന്നത്? സൂര്യന്റെ വളരെ ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള അൾട്രാവയലറ്റ് വികിരണങ്ങൾ അടിച്ച് അന്തരീക്ഷ ഓക്സിജൻ എന്തായി വിഘടിക്കുന്നു? 2 ഓക്സിജൻ തന്മാത്രയായി വിഘടിക്കുന്നു. ഈ ഓക്സിജൻ തന്മാത്രയിൽ നിന്നും ഓക്സിജൻ ആറ്റമുകളായി മാറും. അതിൽ നിന്നും ഒരു ഓക്സിജൻ ആറ്റം എന്തിൻ്റെ കൂടെ ചേരുന്നു? അന്തരീക്ഷ ഓക്സിജന്റെ കൂടെ ചേരുന്നു. അതായത് O2ന്റെ കൂടെ ഈ വിഘടിച്ചിട്ടുള്ള ഓക്സിജൻ ആറ്റം കൂടി ചേർന്ന് എന്തായി മാറുന്നു? ഓസോണായി മാറുന്നു. നമുക്കതൊന്ന് നോക്കാമോ? ഒരു വീഡിയോ കണ്ടാലോ? അൾട്രാവയലറ്റ് വികിരണങ്ങൾ അടിക്കുന്നു, ഓക്സിജൻ മാറി വേറൊരു ഓക്സിജന്റെ കൂടെ ചേർന്ന് എന്തായി മാറുന്നു? ഓസോണായി മാറുന്നു. അൾട്രാവയലറ്റ് വികിരണങ്ങൾ അടിക്കുന്നു, അത് വിഘടിച്ച് മറ്റേ ഓക്സിജൻ തന്മാത്രയുടെ കൂടെ ചേർന്ന് ഓസോണായി മാറുന്നു. അപ്പോൾ ഈ അൾട്രാവയലറ്റ് റേസ് എന്താണ്? ആഗിരണം ചെയ്താണ് എന്തുണ്ടാകുന്നത്? ഓസോൺ ഉണ്ടാകുന്നത് അല്ലേ? ഇനി അവിടെ ഓസോൺ ഉണ്ടാവുക മാത്രമാണോ ചെയ്യുന്നത്? ഓസോൺ വിഘടിക്കാറുണ്ടോ? ഈ അൾട്രാവയലറ്റ് റേസ് അടിച്ചിട്ട് വിഘടിക്കാറുമുണ്ട്. അവിടെ ഓസോൺ ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ ഓസോൺ വിഘടിക്കാറുമുണ്ട്. എങ്ങനെയാണ്? ഇതേ അൾട്രാവയലറ്റ് റേസ്, പക്ഷേ ഇത്രയും ശക്തിയേറിയ അൾട്രാവയലറ്റ് റേസ് അല്ല അവിടെ അടിക്കുന്നത്. ശക്തി കുറഞ്ഞ അൾട്രാവയലറ്റ് റേസ് അടിച്ചിട്ട് എന്താണ്? ഓസോൺ വിഘടിച്ച് എന്തായി മാറുന്നു? അന്തരീക്ഷ ഓക്സിജനും ഓക്സിജൻ ആറ്റവുമായിട്ട് മാറുന്നു. അപ്പൊ നമുക്കിവിടെ 2 ഇക്വേഷൻസ് ആണ് നമുക്ക് കാണുന്നത്. എന്തൊക്കെയാണ്? ഓക്സിജൻ വിഘടിച്ചിട്ടുള്ള ഓക്സിജൻ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്താണ്? ഓസോണായി മാറുന്നു. നേരെ മറിച്ച് ഓസോൺ വളരെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ UV റേസ് അടിച്ച് ഓക്സിജൻ മോളിക്യൂളും ഓക്സിജൻ ആറ്റവുമായിട്ട് മാറുന്നു. അപ്പോൾ ഈ 2 പ്രക്രിയകളും നടക്കുന്നത് കാരണം എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോണിൻ്റെ അളവ് കുറയുന്നില്ല, കൂടുന്നുമില്ല. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഇതൊരു ചാക്രിക പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കാം. എന്താണ് ചാക്രിക പ്രവർത്തനം? ചാക്രിക പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സൈക്ലിക് മൂവ്മെന്റ് അല്ലെങ്കിൽ സൈക്ലിക് റിയാക്ഷൻ ആണ് നടക്കുന്നത്. അതിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കൂ,
ഓക്സിജൻ 3 ഓക്സിജൻ തന്മാത്രകൾ എന്തായി മാറുന്നു? 2 ഓസോണായി മാറുന്നു. നേരെ തിരിച്ച് 2 ഓക്സിജൻ 2 ഓസോൺ തന്മാത്രകൾ 3 ഓക്സിജൻ അന്തരീക്ഷ ഓക്സിജനായിട്ട് മാറുന്നു. അവിടുത്തെ ആരോ മാർക്കിനൊരു പ്രത്യേകത നിങ്ങൾ കണ്ടായിരുന്നു. 2 സൈഡിലോട്ടും കാണുന്നുണ്ട് അല്ലേ? അപ്പം എന്ത് മനസ്സിലാക്കാം? അവിടെ ഓക്സിജൻ്റെ അന്തരീക്ഷ ഓക്സിജൻ്റെ അളവും ഓസോണിൻ്റെ അളവും എന്താണ്? ഒരുപോലെ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? ഓസോണിൻ്റെ അളവ് അവിടെ കുറയുന്നുമില്ല കൂടുന്നുമില്ല. അപ്പം നമുക്ക് ഈ ഓസോൺ അവിടെ ഉള്ളത് കാരണം എന്താണ് നമ്മുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് അബ്സോർബ് ചെയ്താണ് ഈ ഓസോൺ ഫോം ചെയ്യുന്നത്? UV റേസ്. അപ്പം അത് വളരെ എന്താണ്? വളരെ ഡേഞ്ചറസ് ആണ് അല്ലേ? അപ്പോൾ അപകടകാരിയായിട്ടുള്ള ഓസോൺ UV റേസിനെ ഓസോൺ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. അത് കാരണം നമ്മുടെ എർത്ത് എന്താവുന്നു? സുരക്ഷിതമായി നിൽക്കുന്നു അല്ലേ? അതാണ് ഓസോണിൻ്റെ ഉപയോഗവും സവിശേഷതയും. എല്ലാവർക്കും മനസ്സിലായല്ലോ?